ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയ സന്ദേശമാണ് ഇത്. ഓക്കെ, നമ്പർ 1 ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1 ഇതാണെങ്കിൽ, നമ്പർ 2 ഈ ഒരു ബാൻഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ലാസ്റ്റ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? നിങ്ങളെ മാനസികമായിട്ട് അലട്ടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സന്ദേശം ഫസ്റ്റ് സ്ട്രെങ്ത് കാർഡാണ്. 5 ഓഫ് സോർഡ്സ് എനർജി, കണക്ഷൻസ് ആൻഡ് വേൾഡ് കാർഡാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു തൃപ്തിയോ മനസ്സമാധാനമോ, നിങ്ങളെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും കോമ്പറ്റീഷനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ നിങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എത്താൻ സാധ്യതയില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് നിങ്ങളെ വളരെയധികം അലട്ടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കുക. സ്ട്രെങ്ത് എനർജി, ഭയമാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോൾ മൈൻഡിലുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് പുറത്ത് കളയും. ഇതിപ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് കാര്യം മാത്രമായിരിക്കണം എന്നില്ല. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് തടയായിട്ട് മറ്റാളുകളുണ്ട് അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ടും നല്ലൊരു സൗഹൃദം പുലർത്തുന്ന മറ്റൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു പക്ഷേ നിങ്ങളെക്കാൾ സൗന്ദര്യം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ചിന്തകളൊക്കെയാണ് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബ്രെയിനിൻ്റെ, നമ്മൾ പറയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും അത് അനാവശ്യമായിട്ട് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇമ്പൾസാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്നുമല്ല, ആ വ്യക്തി വളരെ ഉയരത്തിലാണ് നിങ്ങളെക്കാൾ എന്നുള്ളൊരു ഒരു വൈബാണ് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറകോട്ടേക്ക് മാറി നിൽക്കുന്ന ഒരു ഫീലാണ്. നിങ്ങൾ 5 ഓഫ് സോർഡ്സ് എനർജി കോൺഫ്ലിക്റ്റ് ആണ് നൽകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു റോളും ഇല്ലല്ലോ, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഗിൽറ്റി ഫീലിംഗ് ചില ആളുകൾക്കുണ്ട്. നിങ്ങൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും, അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ വ്യക്തി ഇന്നിങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതോ കാലത്ത് അറിവില്ലാത്ത സമയത്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവശാലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ളൊരു ചിന്തയാവും. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസും കാര്യങ്ങളൊക്കെ പലതരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. വേൾഡ് കാർഡാണ്. എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്ന ഒരു സമയം തന്നെയാണ്. സക്സസ്ഫുൾ ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫേസിലേക്ക്, ആ കംപ്ലീഷനിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കാം. ന്യൂട്രലായിട്ട്, നെഗറ്റീവോ പോസിറ്റീവോ ചിന്തിക്കാതിരിക്കാം, ന്യൂട്രലായിട്ടിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് കൺഗ്രാജുലേഷൻസ് എന്നുള്ള ഒരു ഇത് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും മറ്റുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു, അതെന്താണ് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുന്നില്ല, അപ്പോൾ നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ 2 ഓഫ് കപ്സ് എനർജി, സൺ കാർഡാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഹെർമിറ്റ് മോഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നിങ്ങളെ അലട്ടുന്നൊരു പ്രശ്നം, നിങ്ങൾ എന്തോ
ഒരു പ്രശ്നം നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷനിൽ ടു ഗുഡ് ടു ബി ട്രൂ ആണെന്ന് തോന്നും ചില കാര്യങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്. അപ്പോൾ സന്തോഷം ലൈഫിൽ ഒത്തിരി നാളുകൾ നെഗറ്റിവിറ്റീസും സങ്കടങ്ങളും മാത്രം വരുമ്പോൾ ആളുകൾക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, സന്തോഷം വരുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്തോ ഇനി എന്താ നെഗറ്റീവ് വരാൻ പോകുന്നതെന്നായിരിക്കും. എന്തെങ്കിലും നല്ല സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ ഹാപ്പിയായി ഇനി അപ്പോൾ അത് അവരെ അലട്ടുകയാണോ ചെയ്യുന്നത് പലപ്പോഴും. കാരണം അത് പോസിറ്റിവിറ്റി സന്തോഷം ഉണ്ടെങ്കിലും അലട്ടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വരുന്ന ഫീലെന്ന് വെച്ചാൽ ഇനി എന്തായിരിക്കും നെഗറ്റീവായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, എന്തായിരിക്കും എന്നെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫീലിംഗാണ്. 2 of Cups ആൻഡ് സൺ എനർജി ഹെർമിഡ് മോഡാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് നൽകുന്ന 2 of Cups എനർജി സിറ്റുവേഷൻസ്, പാർട്ട്ണർഷിപ്പ്, ഹാപ്പിനെസ്, കൊളാബറേഷൻ, സക്സസ്. അതായത് ജീവിതം ആസ്വദിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ജീവിതത്തെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കാണുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ്, ഇതൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ സൽക്കാരങ്ങളും കാര്യങ്ങളും, സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ സക്സസ് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കും. അപ്പം ഒരു പക്ഷേ ഈ ബിസിനസ് പാർട്ട്ണറും സുഹൃത്തുമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും ബിസിനസ് പാർട്ട്ണറും ആവും. കാരണം ഇവിടെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ സക്സസ് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന സിറ്റുവേഷനുമാവും ഇത് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ പക്ഷം ഒരുപക്ഷെ ബിസിനസ്സുമായിട്ട് ഇതിനൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ആഘോഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ഫാമിലി, ഇപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങളാണ് എപ്പോഴും എങ്കിൽ ഹസ്ബൻഡ് വൈഫായിരിക്കും, പ്രണേതാക്കളായിരിക്കും. ഇപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല. എപ്പോഴും നിങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ട് സംസാരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു നെഗറ്റീവ് ഫീൽ വരുന്നതിന് കാരണം ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസാണ്. അപ്പോൾ ഇതൊരു മാജിക്കൽ എനർജി, ട്വിൻ ഫ്ലെയിം എനർജി, സോൾമേറ്റ് എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹെർമിഡ് മോഡാണ്. അപ്പോൾ ഹെർമിഡ് മോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഈ പറയുന്ന ഒരു എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി കൂടിയുണ്ട്. ഫിസിക്കൽ പ്ലഷർ, ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള ലോകത്തിലെ പ്ലഷേഴ്സ് മാത്രമല്ല ആത്മീയതയിലേക്കും കൂടുതൽ ഇന്നർ റിഫ്ലക്ഷൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് കെയർ എടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചില ആളുകൾ ചിന്തിക്കുന്നത് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെങ്കിൽ ആഡംബരങ്ങളോ, അല്ലെങ്കിൽ അതായത് ബ്രൈറ്റ് കളേഴ്സോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ധരിച്ച സ്പിരിച്വൽ അല്ല എന്നുള്ളൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആണ് അത് എന്നുള്ളതാണ്. സ്പിരിച്വൽ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ് ചില ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ത്യജിക്കുന്നതാണ് എന്നുള്ളത് ഡിറ്റാച്ച്മെൻ്റ് ആണ്. പക്ഷേ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല അർത്ഥതലങ്ങളും മനസ്സിലാക്കാതെ ഉള്ളൂ. നിങ്ങൾ ഒരു ഫിസിക്കൽ ബീയിങ് ആണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന തരത്തിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതി എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളെ എക്സ്ക്ലൂസീവ് ക്രിയേറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൈഡ് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3ലേക്കാണ് കിടക്കുന്നത്. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ അസ്വസ്ഥമായിട്ടുള്ളൊരു അസ്വസ്ഥത നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് ഇവിടെ പറയാനുള്ളത്. ആദ്യം തന്നെ 10 of Pentacles, 3 of Pentacles ആൻഡ് Ace of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിത സാഹചര്യത്തിൽ മെറ്റീരിയൽ ഗെയിൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, സ്പിരിച്വലി കണക്റ്റഡ് ആയി നിൽക്കാനും പറ്റുന്നുണ്ട്. അതേസമയം എല്ലാ തരത്തിലും ഒരു സമൃദ്ധിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും സമൃദ്ധി ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കുടുംബം എന്നുള്ള എനർജിയാണ്. അപ്പോൾ വിവാഹിതരാകുന്നുണ്ടാവും അടുത്ത്, അല്ലെങ്കിൽ കുട്ടികൾ സിറ്റുവേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചൊരു സക്സസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിന്തകളാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിന് നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ലക്ഷറി അല്ലെങ്കിൽ സക്സസ്, ആ സമൃദ്ധി, ഐശ്വര്യം ലോങ് ടേമിലേക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയാണ്. അനാവശ്യം
അനാവശ്യമായിട്ട് അതാലോചിച്ച് സമയം കളയാതെ ഇപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സക്സസ്, ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച ലവിങ് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇവിടുത്തെ ഒരു എനർജി കാരണം നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ചിലപ്പോൾ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ തന്നെ നിലനിൽക്കുമോ കൂടെ നിൽക്കുന്ന ആളുകൾ അതേപോലെ ഉണ്ടാവുമോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ അനാവശ്യ ചിന്തകളാണ്. അല്ലാത്ത പക്ഷം വേറെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ന്യൂ ഐഡിയാസ്, പൊട്ടൻഷ്യൽസ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള അസ്വസ്ഥതയ്ക്ക് കാര്യം അതാവാം. ലൈഫ് അല്ലാത്ത പക്ഷം സ്മൂത്തായിട്ടാണ് പോകുന്നത്. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ജോലി അല്ലെങ്കിൽ കുടുംബം ഈ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകം ഉണ്ട്. അതുണ്ടാവേണ്ട അനിവാര്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ക്രിയേറ്റീവ്സ് ആയിട്ട് ഇപ്പോൾ ചിത്രരചനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുത്തോ ജേർണലിങ്ങോ നിങ്ങളുടെ സ്പിരിച്വൽ കാര്യങ്ങളോ അതെന്തുമാവാം. അപ്പോൾ നിങ്ങൾ ഫീൽ ഗുഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്ത് കാര്യവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഐഡിയ, ഒരു പ്രൊജക്റ്റ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു മാജിക് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാജിക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എ ബിഗ് താങ്ക് യു.